ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു കുഞ്ഞു യാത്രയിലാണേ. വേറെങ്ങോട്ടുമല്ല, ജഡായിപ്പാറയിലേക്കാണ്. കുഞ്ഞശ്ശേക്ക് ജഡായിപ്പാറയിൽ ഒന്ന് കയറണം. ആ കയറലിൻ്റെ ഉദ്ദേശം തന്നെ കേബിൾ കാറിൽ കയറുക എന്നുള്ളതാണേ. ആള് വീഡിയോയിലും ട്രാവൽ ബ്ലോഗ്സിലൊക്കെ ഇതുപോലെ കേബിൾ കാർ കണ്ടിട്ട് അന്നോട്ട് തുടങ്ങിയൊരു ബഹളമാണ് കേബിൾ കാറിൽ കയറണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് കേബിൾ കാർ ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം ജഡായിപ്പാറ ആയതുകൊണ്ട് കുഞ്ഞിനെയും കൂട്ടി അവിടം വരെ ഒന്ന് പോകാമെന്ന് കരുതി. നമ്മളടുത്തത് ആദ്യം എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് കഴിഞ്ഞിട്ട് നമ്മൾ കേബിൾ കാറിലേക്ക് കയറാൻ പോവാണ്. കേബിൾ കാറൊക്കെ കയറാൻ വേണ്ടി ഒരാൾ വേഗത്തിൽ ഓടി പോകുന്നതാണ്. പക്ഷേ എവിടെ പോവാ? പറഞ്ഞേ എവിടെ പോവാ? കേബിൾ കാറെ കയറാൻ പോവാ അല്ലേ? വാ. അവിടെ വഴിയിലൊരു ഓന്തിനെയൊക്കെ ഉണ്ട്, അതിനോട് ഹലോ ഒക്കെ പറഞ്ഞിട്ട് ആള് പോകുന്നത്. പക്ഷെ ഓടിക്കും. ഇവിടുന്ന് നമ്മൾ കേബിൾ കാറിൻ്റെ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയാണ് കേബിൾ കാറിൻ്റെ ഫീ പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. കേബിൾ കാറിൽ കയറുന്നതിന് മുന്നേറ്റ് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. വെയിറ്റിംഗ് ഏരിയയിലാണ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛാ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഡോൾസിനൊക്കെ ടോയ്സൊക്കെ വിൽക്കുന്നൊരു കട ഉണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ കേബിൾ കാറിൽ കയറാൻ പറ്റുന്ന ഉദ്ദേശമാണ്. വേറെ രാജകുമാരിയാണ്. നോക്കട്ടെ. ഇപ്പം ഈ ടോയ് വാങ്ങിച്ച് ഇതും കൊണ്ട് മുകളിലേക്ക് പോകാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കയറ്റൂല. കേബിൾ കാറിലേക്ക് കയറുന്നതിന് മുന്നായി കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ക്യൂ നിന്നിട്ടാണ് നമ്മളെ കേബിൾ കാറിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുകയാണ്. ഇവിടുന്നാണ് കേബിൾ കാറിൻ്റെ കേബിൾ കാർ കണ്ടിപ്പോൾ സന്തോഷത്തോടെ ഓടിച്ചാടി പോവാണ്. ഇവിടെ ക്യൂ ഉണ്ട്. ഒരു സെറ്റ് കേബിൾ കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമോ എന്നറിയത്തില്ല. അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നതിനാൽ ആദ്യത്തെ സെറ്റ് കേബിൾ കാറിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇനി അടുത്ത സെറ്റ് കേബിൾ കാർ വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണേ. മുകളിൽ നിന്ന് വരുന്ന വെള്ള കാറിന് കാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സെറ്റിൽ കയറാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമുണ്ട്. എങ്കിലും കുഞ്ഞിഷ അടുത്തത് ആളെ ഇറക്കിയിട്ട് ഇങ്ങനെ കറങ്ങി വരുമായിരിക്കും അല്ലേ? തിരക്ക് കൂടുതലുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങൾ ആൾക്കാർ കുറവായതുകൊണ്ട് ഞങ്ങളിവിടെ രണ്ടുപേരും കൂടെ കയറിയിട്ടുണ്ട്. എന്തായാലും കുഞ്ഞിച്ച കേബിൾ കാറിൽ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര ഹാപ്പിയാണ്. അവൾ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മുഖത്ത് ആ എക്സൈറ്റ്മെൻറ്റ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും.
എത്തി എത്തി എത്തി. എവിടെ എത്തിയേ? ജഡായുപ്പാറയിലെത്തി അല്ലേ? അങ്ങനെ നമ്മൾ ജഡായു നേച്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. 64 ഏക്കറാണ് ഈ പാർക്കിൻ്റെ വിസ്തീർണം. രാജീവ് അഞ്ചൽ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ വിനോദസഞ്ചാര പദ്ധതിയാണിത്. ഇവിടെയുള്ള ജഡായുവിൻ്റെ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയാണെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ജഡായു രാവണ യുദ്ധം ജഡായുപ്പാറയിൽ വെച്ചാണ് നടന്നത് എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തെ ബേസ് ചെയ്താണ് ഇവിടെ ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. വെട്ടേറ്റ് വീണ ജഡായുവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ജഡായുവിൻ്റെ ശില്പം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് ഈ പക്ഷിശില്പത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ശില്പത്തിൻ്റെ ചിറകിൻ്റെ അറ്റത്തൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. വളരെ മനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ നമ്മളായിട്ട് മോശമാക്കരുതല്ലോ. തന്നെ ഇരിക്കുന്നവരെ ഇവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ ഇവിടെ വിശാലമായിട്ടുള്ളൊരു പോഡിയം ഉണ്ട്. അവിടെ കൺസേർട്ടുകൾ അതുപോലത്തെ പരിപാടികൾ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വിശാലമായൊരു സ്ഥലമാണ്. വളരെ മനോഹരമായി തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട്. കുഞ്ഞശ്ശേരിക്കാണെങ്കിലും ആ സ്റ്റേജും സംഭവങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഇത്ര വിശാലമായ സ്ഥലം കണ്ടതുകൊണ്ടാണ് തോന്നുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ കുഞ്ഞശ്ശേരി ഓടിച്ചാടി നടക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ടു ആറ്റത്തോടി നടന്ന് കുറേ കാണിച്ചു. ഇവിടെയുള്ള ആൾക്കാരെല്ലാം കുറേ കോക്രിയും കാണിച്ചു അല്ലേ? അല്ലേടോ? അല്ലേടോ? എന്താ ഇവിടെ ഇഷ്ടപ്പെട്ട? എന്താ ഇഷ്ടപ്പെട്ട ഇവിടെ? എന്താ ഇവിടെ ഇഷ്ടപ്പെട്ട? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. നീ കാണുന്നോ? പഴയ ഒരു സെറ്റ് കേബിൾ കാർ കൂടി വരുന്നുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നത് യെല്ലോ കേബിൾ കാറിലാണേ. കുഞ്ഞശ്ശേരിക്ക് അത് ഇഷ്ടപ്പെട്ടു. തിരിച്ച് പോവുകയാണ്. ഈ ജഡായുപ്പാറയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരോടാണെങ്കിൽ ഇവിടെ വരാൻ പറ്റിയ സമയം ഒന്നെങ്കിലും 9-10 മണിക്ക് മുൻപുള്ള സമയവും പിന്നെ 4 മണി അല്ലെങ്കിൽ 3 മണിക്ക് ശേഷമുള്ള സമയമാണ് നല്ല സമയം. അല്ലാത്ത സമയത്ത് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് ആ സമയങ്ങളിൽ നോക്കി വരികയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് കണ്ട് ഇറങ്ങിപ്പോകാം. എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്തരം സാഹചര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കേബിൾ കാറിൽ കയറി ജഡായുപ്പാറ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഓടിത്തളർന്ന് കുഞ്ഞശ്ശ താഴെ എത്തിയിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പം കുഞ്ഞശ്ശ എന്താണെങ്കിലും ഹാപ്പിയായി. ഇതുപോലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കേബിൾ കാർ യാത്ര ഇഷ്ടമാണെങ്കിൽ അവരെയും കൊണ്ട് ഇവിടെ എത്താം. നല്ലൊരു അനുഭവമായിരിക്കും അവർക്ക്. അപ്പോൾ കുഞ്ഞശ്ശേരി കൂടുതൽ വിശേഷിക്കും. ബൈ ബൈ.